ഹലോ എല്ലാ കുട്ടികൾക്കും ഗുഡ് സ്റ്റോറീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ സുഖമായിട്ടിരിക്കുന്നു, സന്തോഷമായിട്ട് അടിപൊളിയായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഞാൻ എൻ്റെ ഡെന്റൽ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് ഒരു വീഡിയോ ഇട്ടപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ആഫ്റ്റർ കെയറും അതുപോലെ തന്നെ എന്താ അപ്പോയിന്റ്മെന്റിന് വിളിച്ചപ്പോൾ ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളെ തെളിവോടെ കാണിക്കുക എന്നുള്ളത്. ആദ്യം എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു, ഇനിയിപ്പോ ഇത് നമ്മളിങ്ങനെ കോള് കുറച്ചൊക്കെ റെക്കോർഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു നമ്മൾ വിളിക്കുന്ന സമയത്ത്. ഇനിയിപ്പോൾ അത് ഇട്ടിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂ വരുമോന്നായിരുന്നു ആദ്യം ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ കോള് ചെയ്യുമ്പോഴേ അതിൽ നമുക്ക് നോട്ടിഫിക്കേഷൻ തരുമല്ലോ, ഇതൊരു സ്റ്റഡി പർപ്പസിന് വേണ്ടിയിട്ടും മറ്റ് ഒഫീഷ്യൽ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത് റെക്കോർഡ് ചെയ്യപ്പെടുന്ന കോളാണ്. അതുപോലെ ഞാനും ഇതൊരു സ്റ്റഡി പർപ്പസിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ UK ഇതുവരെ അപ്പോയിന്റ്മെന്റ് എടുക്കാൻ മടിച്ചു നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊരു പ്രചോദനം കൂടെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്ത കുറച്ച് ഭാഗങ്ങൾ മാത്രമേ കാണിക്കുന്നുള്ളൂ. ഞാനൊരു റിക്വസ്റ്റ് വെക്കുകയാണ്, നിങ്ങൾ ആദ്യമായിട്ടാണ് UK വരുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹെൽത്ത് ചെക്കപ്പും സ്പെഷ്യലി നിങ്ങളുടെ ഡെന്റൽ ചെക്കപ്പ് ഒക്കെ കഴിഞ്ഞ് അത്യാവശ്യം എന്താ റെമഡീസ് ഒക്കെ കയ്യിൽ, മെഡിസിൻസ് ആണെങ്കിൽ മെഡിസിൻസ് അല്ലെങ്കിൽ ഓയിൻമെന്റോ അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതൊക്കെ കയ്യിൽ കരുതി വെച്ചിട്ട് വേണം നിങ്ങൾ യാത്ര പുറപ്പെടാൻ. ഇനിയിപ്പോൾ നാട്ടിലേക്ക് ആരെങ്കിലും പോകാൻ പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഡെന്റൽ അപ്പോയിന്റ്മെന്റ് നാട്ടിലെടുത്ത് ഒരു ചെക്കപ്പ് ഒക്കെ നടത്തി കിടിലനാക്കാൻ മറക്കണ്ട. കാരണം UK ഒരു അപ്പോയിന്റ്മെന്റ് കിട്ടുക എന്നുള്ളതാണ് നമ്മൾ അനുഭവിക്കുന്ന വേദനയേക്കാൾ കൂടുതൽ വേദന തന്നൊരു കാര്യം. ഞാനൊരു 3-4 ദിവസം എടുത്തായിരുന്നു എൻ്റെ അപ്പോയിന്റ്മെന്റ് ഒന്ന് കിട്ടി എനിക്ക് ഡോക്ടറെ കാണാൻ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു വേദനയാണ് എനിക്ക് എന്താ പല്ലുവേദനയേക്കാൾ കൂടുതൽ തോന്നിയത്. അപ്പോൾ നിങ്ങളായിട്ട് ആ ഒരു ജേർണി എങ്ങനെയായിരുന്നു എന്നുള്ളത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. എനിക്ക് കുറച്ച് പേരൊക്കെ മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു, കുറേ പേരൊക്കെ വിളിച്ച് ചോദിച്ചായിരുന്നു ഇവിടുത്തെ ട്രീറ്റ്മെന്റ് എങ്ങനെയാണ്, അതുപോലെ തന്നെ അപ്പോയിന്റ്മെന്റ് എടുക്കുമ്പോൾ എന്തൊക്കെയാ അവർ ചോദിക്കുക, നമ്മൾ അപ്പോയിന്റ്മെന്റ് സമയത്ത് എന്തൊക്കെയാ ശ്രദ്ധിക്കേണ്ടത്, അതിനുശേഷം എങ്ങനെയുണ്ടായിരുന്നു, ഫേസ് ചേഞ്ച് ആയോ എന്നൊക്കെ ഇങ്ങനെ കുറെ മെസ്സേജസ് വന്നായിരുന്നു. അപ്പൊ എനിക്ക് തോന്നി നിങ്ങളായിട്ട് ആ ജേർണി കൂടെ ഷെയർ ചെയ്യാം എന്നുള്ളത്. അപ്പൊ ഈ വീഡിയോയില് അപ്പോയിന്റ്മെന്റ് എടുക്കുമ്പോൾ എന്തൊക്കെയാണ് അവർ ചോദിക്കുക എന്നുള്ളതിന്റെ കോൾ റെക്കോർഡിങ്സിന്റെ കുറച്ച് ഭാഗങ്ങൾ ഞാൻ കാണിക്കാം. അതുപോലെ തന്നെ ഞാൻ എൻ്റെ സർജറി കഴിഞ്ഞ് തിരിച്ചിറങ്ങി ആഫ്റ്റർ കെയർ എങ്ങനെയുണ്ടായിരുന്നു, എൻ്റെ ഫേസിലെ ചേഞ്ചസ് എങ്ങനെയുണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതേപോലത്തെ ഒരു അവസ്ഥയിൽ കടന്നു പോകുന്നുണ്ട് എന്ന് തോന്നിയാൽ ഒട്ടും മടിക്കാതെ തന്നെ ഡയറക്റ്റ് നിങ്ങൾ അപ്പോയിന്റ്മെന്റ് എടുത്തോളൂ, ഒട്ടും വൈകിക്കേണ്ട. കാരണം പല്ലിലെ വേദന എവിടെ വേദനിച്ചാലും വേദനയാണ്. പക്ഷെ പല്ലിലെ വേദന നമുക്ക് എന്താ ബാക്കി വേദനയൊക്കെ കടിച്ചു പിടിക്കാന്ന് വിചാരിക്കാം. ഇത് പല്ലിലെ വേദന വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും ഇതേപോലത്തെ ഒരു സിറ്റുവേഷനിൽ കടന്നു പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പോകുന്നുണ്ടെങ്കിൽ ഒട്ടും പാനിക് ആവണ്ട, ഒട്ടും വറി ചെയ്യണ്ട. ഭയങ്കര സ്മൂത്ത് ആയിട്ട് കുറച്ച് ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് അതെല്ലാം അടിപൊളിയാക്കി സാധാരണ പോലെ തന്നെ ആവാവുന്നതേ ഉള്ളൂ. അപ്പൊ ആരും പേടിച്ചും ഭയന്നും ഒന്നും വേദന കടിച്ചമർത്തിയിരിക്കേണ്ട കാര്യമില്ല. അപ്പൊ എങ്ങനെയാണ് നമുക്ക് ആ കാര്യങ്ങളെന്നൊക്കെ കണ്ടിട്ട് വന്നാലോ? അപ്പൊ നിങ്ങൾ റെഡിയല്ലേ? ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. വീഡിയോയുടെ ഞാൻ ക്ലിപ്പിംഗ്സ് കാണിക്കുന്നതിന് മുൻപ് ഞാൻ നിങ്ങളുടെ അടുത്തൊരു റിക്വസ്റ്റ് ഒന്നുകൂടെ പറയട്ടെ. ഇത് ഇവിടെ UK ആരെങ്കിലും ഇതുവരെ അപ്പോയിന്റ്മെന്റ് എടുക്കാൻ മടിച്ചു നിൽക്കുന്നവരുണ്ടോ, അല്ലെങ്കിൽ ആരെങ്കിലും അപ്പോയിന്റ്മെന്റിന് എന്തായിരിക്കും അവർ ചോദിക്കാന്ന് ടെൻഷൻ അടിച്ചിട്ട് നിൽക്കുന്നവർക്കുള്ള ഒരു ഗൈഡ് പോലെ കാണുക കേട്ടോ. എന്തൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുക, എങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ റെസ്പോണ്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്റ്റഡി പർപ്പസ്, ഒരു ട്രെയിനിങ് സ്റ്റഡി പർപ്പസ് പോലെ ആയിട്ട് മാത്രം ഈ ഒരു വീഡിയോ ക്ലിപ്സിനെ കാണുക. അല്ലാതെ എന്താ ഞാൻ ചിലപ്പോൾ പെയിനിലിരിക്കുന്ന അവസ്ഥയിൽ ചിലപ്പോൾ റൂഡാണോ എന്ന് നിങ്ങൾക്ക് തോന്നാം. പക്ഷേ ഇവിടത്തെ അങ്ങനെയാണ് രീതികൾ. പിന്നെ നമ്മൾ വേദനയിലിരിക്കുമ്പോൾ നമ്മളുടെ അവസ്ഥ നമുക്ക് തന്നെ അറിയില്ലല്ലോ. വിശന്നാ നിങ്ങളല്ലാതാവും എന്നൊക്കെ പറയുന്നത് പോലെ വേദനിച്ചാലും വലിയ വ്യത്യാസമൊന്നുമില്ല. ചിലപ്പോൾ നമ്മളാണോ എന്ന് തന്നെ നമ്മൾ ചിന്തിച്ചു പോകും. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഇത് ആ ഒരു രീതിയിൽ എടുക്കുക. അപ്പൊ മറ്റ് ജഡ്ജ്മെന്റ്സ് ഒന്നും ഇതിന് മേലെ വെക്കില്ല എന്ന പ്രതീക്ഷയോടെ നമുക്ക് വീഡിയോ എടുക്കാം. Thank you for calling the Lancashire and South Cumbria Dental Helpline. Calls to this service are recorded for quality and training purposes. During the call, we will undertake an assessment, and if this results in an appointment, there is a standard NHS Band 1 charge for all urgent care appointments. Some benefits may exclude you from this fee, and this can be discussed during your call.
Appointments are limited and you are advised to contact your registered dentist first before accessing our service. As this is a requirement, you may still be redirected to your own dental practice following our assessment. Please note, you may hear a short pause before you are connected. Please stay on the call during this time. In order for us to ensure that we are able to assist you, please could you give me the postcode from where you are calling from? You can just speak this. For example, AB135PH. B. Thanks. I heard B. Was that correct? No, it's I didn't understand your postcode. Please say it again. E. Thanks. I didn't understand your postcode. Please. ഇനി എന്താ ചെയ്യാ? ട്യൂഷൻ വരും എനിക്ക്. നേരത്തെ വിളിച്ച പോലെ ആവുമോ നീ? അവിടെ വിളിച്ചോക്കാം. ബോർഡുള്ള ആരെങ്കിലും ഫോൺ എടുത്താൽ മതിയായിരുന്നു. നമ്പർ മറന്നുപോയല്ലോ. Thank you for calling the Lancashire and South Cumbria Dental Helpline. Calls to this service are recorded for quality and training purposes. During the call, we will undertake an assessment, and if this results in an appointment, there is a standard NHS Band 1 charge for all urgent care appointments. In order for us to ensure that we are able to assist you, please could you give me the postcode from where you are calling from? You can just speak this. For example, are you looking for 1. Information, 2. Treatment, or 3. A new dentist? Hello, you've reached the dental helpline. Is a call for yourself or somebody else? It's for myself, please. Okay. It's been 2 or 3 days now. So it's at the moment, because you're not in severe pain, obviously it doesn't warrant one of our emergency appointments, so you'd have to phone round some local dentists to try and get registered. We don't have any information on local dentists. You'd have to phone round and see what you can do. If it does develop into severe pain, swelling, by all means give us a call back. We're open here 7 days a week, okay? But we're not a preventative service. We're not like a routine dentist. We're just dealing with severe emergencies, large patient swelling. I don't have information on an NHS dentist anymore, so you have to Google it yourself and phone around dentists. Okay, no problem. Thanks for your time. Or if you do have severe pain, by all means give us a call back, okay? All right, okay. Thank you. Thank you. Bye-bye. Bye. Have a nice day. എന്ത് മനുഷ്യരാ ജീവിതമൊക്കെ. പേനില്ല എന്ന് പറഞ്ഞ അപ്പോയിൻമെന്റില്ല. Lancashire and South Cumbria Dental Helpline. Calls to this service. Spoken language. My mother tongue is Malayalam. Okay, and is that Indian? Yeah, I am. Okay, and your contact telephone number today, please. When? Can you read that out again? Because it's not come up. 07. Okay, that's not this number you're calling on, is it? No. Choose, is that upper, lower, left or right side, please? Left side, upper. Upper left. Is your tooth cracked, chipped, broken, decayed, loose, filled or something else? I could see a small hole on my wisdom teeth, the last one, on my left side. Right, okay. When did the pain start? It's about 3-4 days. Days. And pain scale of 1 to 10, where do you rate the pain, please? 10 being the worst. 8, 9 sometimes. Okay. Any visual swelling to your cheek, jaw, neck or gum that you can see just on the outside of your face? It's swelling at the moment. That's fine. And have you taken pain relief? Does it help? Do you pay for your treatment? Are you on benefits? As per my knowledge, I'm not getting any benefits. You have to pay £25.80 if you work and you don't claim benefits. That's a band 1 charge. Any sensory or physical disabilities? No, I don't have one. Any allergies? No. Any medical conditions? Any warfarin tablets or blood thinning medication? No. Do you have your own dentist? I think I didn't register with any dentist here. Right, okay. And does anything make your pain worse? Hot, cold, bite, or no pressure?
one for assessment and advice. I'm just checking the diary now. Won't be a moment. Okay. Right, so Preston today is actually fully booked. We've got nothing left in Preston or Leyland, unfortunately. So we do get more diaries tonight at 5 o'clock. If you want to try again at 5, I'll save this information and we'll try and get you in tonight at Preston, okay? Okay. Yeah. All right then, thank you very much. If anything does change or worsen in the meantime, you have any other concerns, do come back to us, okay? Oh, yeah, fine. Thank you. Thank you. Thank you. Calling NHS. If you're calling from England, please press 1. Or if you're calling എനിക്ക് അങ്ങനെ 3-4 ദിവസത്തെ കഠിന പരിശ്രമത്തിന് ശേഷം കുറേ തവണ അവരെ വിളിച്ച് ശല്യം ചെയ്തിട്ടാണ് എനിക്ക് അപ്പോയിന്റ്മെന്റ് കിട്ടിയത്. അപ്പോയിന്റ്മെന്റ് കിട്ടി NHSന് കീഴിലുള്ള ഡെന്റൽ ഡോക്ടർ ആയിരുന്നു. ഞാൻ ക്ലിനിക്കിൽ കുറച്ച് സമയം നേരത്തെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഡീറ്റെയിൽസ് ഒക്കെ അവർ ചോദിച്ച് അപ്പോയിന്റ്മെന്റ് അവർ കൺഫേം ചെയ്തു. ഡീറ്റെയിൽസ് പേരും കാര്യങ്ങളൊക്കെ അവർ ചോദിച്ച് നമ്മൾ തന്നെയാണ് ആ വ്യക്തി എന്നുള്ളത് അവർ കൺഫേം ചെയ്തതിന് ശേഷം നമ്മൾ ഏതെങ്കിലും ഡിസ്കൗണ്ടിന് എലിജിബിൾ ആണോ എന്നുള്ളത് റിസപ്ഷനിൽ നമ്മൾ അതിന്റെ ഡീറ്റെയിൽസ് കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഇതൊരു ഫ്രീ ഓഫ് കോസ്റ്റ് ആയിരിക്കും. നമ്മൾ ഏതെങ്കിലും ബെനിഫിറ്റ്സ് ഗവൺമെന്റിൽ നിന്ന് കൈപ്പറ്റുന്നുണ്ടോ, അങ്ങനെ കുറച്ച് ക്രൈറ്റീരിയ ഉണ്ട്. എന്നാലും ഞാൻ ആ ഒരു വിഭാഗത്തിൽ വരുന്ന ആളെ അല്ല. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു 26 പൗണ്ടോളം എന്തോ ആണ് ചാർജ് ആയിട്ടുണ്ടായിരുന്നത്. പെട്ടെന്നുള്ള പെയിൻ റിലീഫ് എന്താണെന്ന് ചോദിച്ചപ്പോൾ, കാരണം മെഡിസിൻസ് ഒക്കെ ഞാൻ കുറെ പയറ്റി നോക്കിയിട്ടൊന്നും ശരിയായില്ലായിരുന്നു. അപ്പൊ ഡോക്ടർ പറഞ്ഞു പല്ലിലൊരു പോടുണ്ട്, വിസ്ഡം ടൂത്ത് എടുത്തു കളയുക എന്നുള്ളൊരു ഓപ്ഷൻ മാത്രമേ എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ആ ഹാള് എന്താ ഇച്ചിരി വലുതാണ്, പക്ഷെ അത് അടയ്ക്കാൻ നോക്കിയാലും എത്രത്തോളം അത് ആഴത്തിൽ ഇൻഫെക്റ്റഡ് ആയിട്ടുണ്ട് എന്നുള്ളത് അറിയില്ല. സ്വെല്ലിംഗ് ഉണ്ടായിരുന്നു, ഫേസിൽ ചെറുതായിട്ട് നീര് വന്ന ചേഞ്ചസ് ഉണ്ടായിരുന്നു ആ സമയത്ത്. അപ്പോൾ ഡോക്ടർ ഇൻസ്റ്റന്റ് ഒരു സൊല്യൂഷൻ എനിക്ക് പറഞ്ഞു തന്നത് അത് റിമൂവ് ചെയ്ത് കളയാന്നുള്ളതാണ്. അപ്പോൾ ഞാൻ മറ്റു പിന്നെ ഒന്നും ചിന്തിച്ചില്ല. ആ ഒരു സൊല്യൂഷനിലേക്ക് തന്നെ ഞാൻ എഗ്രി ചെയ്തു. അന്ന് തന്നെ ആ സമയം ഒരു 5 മിനിറ്റ് പോലും ആയില്ല, അപ്പൊ തന്നെ നമ്മുടെ പരിപാടി കഴിഞ്ഞ് നമ്മളെ പുറത്തേക്ക് വിട്ടു. അത് കഴിഞ്ഞിട്ട് ഒരു ഇൻസ്ട്രക്ഷൻ ചാർട്ട് കൂടെ മാത്രമേ നമുക്ക് തന്നു വിട്ടുള്ളൂ. ബാക്കി നമ്മുടെ നാട്ടിലുള്ള പോലെ ആഫ്റ്റർ കെയർ ക്ലിനിക്കിൽ നിന്ന് നമ്മളെ വിളിച്ച് അന്വേഷിക്കുക, അല്ലെങ്കിൽ നമ്മൾ വിളിക്കുമ്പോൾ അവർ ഫോൺ എടുത്ത് ഇന്നെന്താണ് കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞുതരാം, അങ്ങനത്തെ ഒരു പരിപാടിയെ ഇവിടെ ഇല്ലായിരുന്നു കേട്ടോ. നമ്മൾ ആ ചാർട്ടിൽ ഒരുവിധം എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ടായിരിക്കും. ചവച്ചരച്ച് കഴിക്കുന്ന ഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കുക. കൂടുതൽ ചൂടുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക. തണുത്തതും അല്ലെങ്കിൽ അത്യാവശ്യം മിതമായ ചൂടുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കാൻ നോക്കുക. ഭയങ്കരമായിട്ട് സ്ട്രെസ് കൊടുക്കാതിരിക്കുക. എണീറ്റ് തല അധികം അനക്കാതിരിക്കുക. അങ്ങനത്തെ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഉണ്ടായിരുന്നു. പിന്നെ ഒരു ദിവസത്തിന് ശേഷം ചെറിയ ചൂടുവെള്ളത്തിൽ ഉപ്പിട്ട് കവിൾ കൊള്ളുക, അല്ലെങ്കിൽ ഐസ് ബാഗ് വെക്കുക. അതൊക്കെയാണ് ഇപ്പോൾ ഞാൻ ചെയ്തതായിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് ഓർമ്മയിലുള്ളൂ. ഇവിടെ നിന്ന് നമുക്ക് മെഡിസിൻസിന്റെ എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടാൻ വേണ്ടി നമ്മളൊരു 111 എന്ന് പറഞ്ഞ നമ്പറിൽ വിളിച്ചാൽ അവരതിനുള്ള ഓപ്ഷൻ തരും. പക്ഷെ അവര് കൂടുതൽ കാര്യങ്ങളൊന്നും നമുക്ക് പറഞ്ഞു തരില്ല എന്നുള്ളതാണ് സങ്കടകരമായ മറ്റൊരു കാര്യം. അപ്പൊ അതുകൊണ്ട് ഞാൻ കോണ്ടാക്ട് ചെയ്തിരുന്നത് നാട്ടിലുള്ള എൻ്റെ ഡെന്റൽ ഡോക്ടറെയും, പിന്നെ എൻ്റെ ബ്രദർ ഡെന്റൽ ഫീൽഡിലാണ് ഉള്ളത്. അപ്പോൾ അവരുടെ അടുത്ത് ചോദിച്ചിട്ടാണ് ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തുകൊണ്ടിരുന്നത്. ഓരോ ദിവസം കൂടുന്തോറും എനിക്ക് കവിൾ ഇങ്ങനെ നീര് വെച്ച് വരുമായിരുന്നു. അതുകൊണ്ട് ഏകദേശം ഒരാഴ്ചത്തോളം ഞാൻ ഡ്യൂട്ടിന്ന് ലീവ് എടുത്തിട്ട് വീട്ടിൽ തന്നെ ഇരുന്നു. മാക്സിമം ബെഡ് റെസ്റ്റ് തന്നെയായിരുന്നു. കാരണം എനിക്ക് തല അനങ്ങുമ്പോൾ പോലും വേദന എടുത്തുകൊണ്ടിരിക്കുകയാണ്. അവിടുന്ന് സർജറി കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ സ്റ്റിച്ച് ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, സ്റ്റിച്ച് ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. പല്ലങ്ങ് എടുത്തിങ്ങ് വിട്ടു. പിന്നെ അതിനുശേഷം ഞാൻ ഓരോ ദിവസം കണ്ണാടിയിൽ നോക്കുമ്പോഴും നീല കളറൊക്കെ വരിക. എനിക്ക് കാർവർണ്ണൻ വായ പൊളിച്ചപ്പോൾ ഭൂലോകം കണ്ടു എന്നൊക്കെ പറയുന്ന കഥയാണ് എനിക്ക് അപ്പോൾ ഓർമ്മ വന്നത്. അത്രയും നീല കളറിലായിരുന്നു ഇരിക്കുന്നുണ്ടായിരുന്നത്. ഇതില് ഫോട്ടോയിൽ എത്ര നിങ്ങൾക്ക് കാണാൻ പറ്റും എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ ഓരോ ദിവസത്തും ഇങ്ങനെ എന്താ പറയാ, ഓരോ ഷെയ്ഡുകൾ ഇങ്ങനെ മാറി മാറി ഇങ്ങനെ വരുന്നത് കണ്ടിട്ടും എൻ്റെ കവിള് വീർത്ത് വരുന്നത് കണ്ടിട്ടും എനിക്ക് കുറച്ച് പേടി ഉള്ളിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നാട്ടിൽ നിന്നാണ് അതിന് റെഫറൻസും കാര്യങ്ങളും എന്താ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവിടുത്തെ ഹെൽപ്പോട് കൂടി ഏകദേശം ഒരാഴ്ചക്ക്
ഞാൻ ലീവ് എടുത്ത് ഇങ്ങനെ കെയർ ചെയ്ത് അത്യാവശ്യം കുറഞ്ഞു. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് എനിക്കിങ്ങനെ നാക്ക് വെച്ച് ഇങ്ങനെ തൊട്ട് നോക്കുകയും കവിള് പിടിച്ചിങ്ങനെ ഇങ്ങനെ പിച്ചിരിക്കുന്ന ഒരു ശീലമൊക്കെ എനിക്കുണ്ടായിരുന്നു. പക്ഷെ എൻ്റെ ഈ സർജറി കഴിഞ്ഞിട്ട് ഞാൻ ഓരോ ദിവസം കൂടുമ്പോഴും ഒരു സൈഡ് മാത്രം ഇങ്ങനെ വണ്ണം വെച്ചിരിക്കുകയായിരുന്നു. അപ്പൊ എനിക്ക് തോന്നി വണ്ണം വെക്കുന്നത് അത്ര ഭംഗിയില്ല എന്നുള്ള കാര്യം. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു പല്ല് യാത്ര ഉണ്ടായിരുന്നത് യുകെയില്. 3-4 ദിവസം എടുത്തു അപ്പോയിന്റ്മെന്റ് കിട്ടാൻ വേണ്ടി. അതിനുശേഷം അപ്പോയിന്റ്മെന്റ് എടുത്തതിന് ശേഷം നമ്മൾ റെസ്റ്റ് എടുക്കേണ്ടി വന്നു. നമ്മൾ തന്നെ നല്ലോണം കെയർ ചെയ്യണം. ഞാൻ പറഞ്ഞ പോലെ നാട്ടിലത്തെ അത്ര ഒരു ഫോളോ അപ്പ് ട്രീറ്റ്മെന്റോ കെയറോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ഇവിടെ കിട്ടില്ല. എല്ലാവരും ഭയങ്കര ബിസിയാണ്. അപ്പൊ നമ്മുടെ കാര്യം നമ്മൾ നോക്കിയേ പറ്റൂ. ഇനി നിങ്ങളുടെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ഇതിലും വേഴ്സ്റ്റ് ആയിരുന്നോ അതിലും സ്മൂത്ത് ആയിരുന്നോ എന്നുള്ളത് കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്യാൻ മറക്കില്ലല്ലോ. ഇനി യുകെയിലുള്ള ആരെങ്കിലും ഇതേപോലെ ഒരു അവസ്ഥയിൽ കടന്നു പോകുന്നുണ്ടെങ്കിൽ പേടിയൊന്നും വേണ്ട. ഭയങ്കര സ്മൂത്ത് ആയിട്ട് ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് ഭയങ്കര സ്മൂത്ത് ആയിട്ട് തന്നെ ഇവിടെയും നമുക്ക് പല്ല് പറിക്കലും പല്ലിലെ മറ്റു ട്രീറ്റ്മെന്റ്സും ഒക്കെ എടുക്കാവുന്നതേ ഉള്ളൂ. പൈസ ഇച്ചിരി കയ്യിൽ കരുതണം എന്നേ ഉള്ളൂ. അപ്പൊ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എന്റെ കമന്റ് സെക്ഷനിൽ നമുക്ക് ഇനിയും മീറ്റ് ചെയ്യാം. അടുത്തൊരു വീഡിയോയിൽ കാണും വരെ ടാറ്റാ ബൈ ബൈ.